നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തമിഴിൽ പിടിച്ചുവെച്ചാൽ പിള്ളയാർ എന്നൊരു പഴമൊഴിയുണ്ട്. പിള്ളയാർ എന്നാൽ ഗണപതി എന്നാണ് അർത്ഥം. ഈ ചൊല്ലിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം. അതായത് കല്ല്, മണ്ണ്, മഞ്ഞൾ എന്നിവ എന്തുമാകട്ടെ, അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ രൂപത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് പിടിച്ചു വെച്ചാൽ, ആ രൂപം സൃഷ്ടിച്ചെടുത്താൽ അത് ഗണപതിയായി എന്നാണ് വിശ്വാസം. അവിടെ ഗണപതി സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വിധത്തിൽ ഏതെങ്കിലും ഒരു ദ്രവ്യത്തെ ഉപയോഗിച്ച് ഗണപതിയെ ആ ദ്രവ്യം കൊണ്ട് കുഴച്ചു വെച്ച് പൂജിച്ചാൽ ഗണപതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയും ആഗ്രഹിച്ച വരം ഗണപതി ഭഗവാൻ ആ വ്യക്തിക്ക് നൽകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇത്തരത്തിൽ പൂജിക്കുന്നവരിൽ ഗണപതി ഭഗവാൻ കനിഞ്ഞരുളും. ഇത്തരത്തിൽ നമുക്ക് ഗണപതി ഭഗവാനെ പൂജ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓരോ ദ്രവ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഫലസിദ്ധിയുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അത്തരത്തിൽ ഗണപതിയെ നമുക്ക് പൂജിക്കാവുന്നതാണ്. അതാത് ദ്രവ്യങ്ങളും നമ്മളുടെ ആഗ്രഹ സബലീകരണത്തിനുള്ള ഫലസിദ്ധിയുമാണ് ഈ വീഡിയോയിലൂടെ തുടർന്ന് പറയുന്നത്. മഞ്ഞൾ കൊണ്ടാണ് ഗണപതി ഭഗവാന്റെ രൂപം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അത് കാര്യസിദ്ധിയും സർവ്വ സൗഭാഗ്യവും ലഭിക്കുന്നതിന് സഹായിക്കും. ചൊവ്വാദോഷം മാറാനും വിദ്യാഭ്യാസത്തിൽ അഭിവൃദ്ധിക്കും ഒക്കെ ആയിട്ട് കുങ്കുമം വെച്ച് ഗണപതി രൂപം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നത് ഫലത്തെ നൽകും. രോഗശമനത്തിനും കൃഷി, കച്ചവടം എന്നിവ പുരോഗമിക്കുന്നതിനും പുറ്റുമണ്ണുകൊണ്ട് ഗണപതി രൂപത്തെ സൃഷ്ടിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അകലുന്നതിന് ഗണപതി ഭഗവാനെ ശർക്കര കൊണ്ട് നിർമ്മിച്ച് പ്രാർത്ഥിക്കുന്നത് ഫലസിദ്ധി നൽകും. ഉപ്പ് കൊണ്ടാണ് ഗണപതി ഭഗവാനെ രൂപപ്പെടുത്തിയെടുത്ത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ശത്രുഭയം ഇല്ലാതാകുന്നതാണ്. ഏതു വിധത്തിലുള്ള കൂടോത്ര ദോഷങ്ങളാണെങ്കിലും ആഭിചാര ദോഷങ്ങളാകട്ടെ, വെള്ള എരിക്കുകൊണ്ട് ഗണപതി രൂപം ഉണ്ടാക്കി പ്രാർത്ഥിച്ചാൽ അതില്ലാതാകുന്നതാണ്. കൂടാതെ വെള്ള എരിക്കുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സമ്പത്ത് വർദ്ധിക്കുന്നതിനും സഹായിക്കും. ഉഷ്ണരോഗ ശമനത്തിനായിട്ട് നമുക്ക് വിഭൂതി കൊണ്ട് ഗണപതി രൂപം ഉണ്ടാക്കി പ്രാർത്ഥിക്കാവുന്നതാണ്. ചന്ദ്രൻ കൊണ്ടാകട്ടെ സന്താന സൗഭാഗ്യമാണ് ഫലസിദ്ധി. രോഗങ്ങൾ ശമിപ്പിക്കാനും തടസ്സം കൂടാതെ കാര്യങ്ങളെല്ലാം നടക്കാനും ചാണകം കൊണ്ട് ഗണപതി രൂപത്തെ നിർമ്മിച്ച് പ്രാർത്ഥിക്കുക. കുലമഹിമ ഉയരാനും കുലത്തിന് സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും ഒക്കെ വാഴപ്പഴം കൊണ്ട് ഗണപതി രൂപത്തെ ഉണ്ടാക്കി പ്രാർത്ഥിക്കുക. കടങ്ങൾ തീരാൻ ആഗ്രഹിക്കുന്നവർ പഞ്ചസാര കൊണ്ട് ഗണപതി രൂപത്തെ സൃഷ്ടിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ തരത്തിലുമുള്ള വിജയങ്ങൾക്കുമായിട്ട് നല്ല കല്ലുകൊണ്ട് ഗണപതി രൂപത്തെ സൃഷ്ടിച്ച് പ്രാർത്ഥിക്കുക. ഉന്നത പദവികളൊക്കെ ലഭിക്കുന്നതിന് മണ്ണുകൊണ്ട് ഗണപതി രൂപത്തെ സൃഷ്ടിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഓരോ ദ്രവ്യവും രൂപപ്പെടുത്തിയെടുത്ത് ഗണപതി രൂപത്തെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്തോ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ ഈ ആവശ്യങ്ങൾക്ക് ഫലസിദ്ധി നൽകുന്നതിന് സഹായിക്കും. ഇത്തരത്തിൽ ഗണപതി രൂപത്തെ ഉണ്ടാക്കി ഗണപതിയുടെ മന്ത്രങ്ങൾ സാധാരണക്കാർക്ക് ജപിക്കുന്നത് ഫലസിദ്ധി നൽകും. പൂജിക്കാൻ അറിയാവുന്നവർക്ക് പൂജ ചെയ്യാവുന്നതാണ്. സാധാരണക്കാർക്ക് എങ്ങനെ ഗണപതി രൂപത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ പൂജ ചെയ്യാമെന്നുള്ളതും ഒന്ന് ലഘുവായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ദ്രവ്യത്തെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഗണപതി രൂപത്തെ സൃഷ്ടിക്കുക. നമുക്കറിയാവുന്ന രീതിയിൽ ഗണപതി ഭഗവാൻ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ രൂപത്തെ മെനഞ്ഞെടുക്കുക. ശരീരശുദ്ധി വരുത്തിയതിനു ശേഷമായിരിക്കണം ഈ കർമ്മങ്ങൾ ചെയ്യാൻ. അതിനുശേഷം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രങ്ങൾ അറിയാവുന്നതൊക്കെ ചൊല്ലിക്കൊണ്ട് ജലഗന്ധ പുഷ്പം എന്നിവ അർച്ചന നടത്തുക. സാധാരണ കൈക്കുമ്പിളിൽ ജലമെടുത്ത് ഭഗവാന് സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതേപോലെ തന്നെ ഗന്ധം എന്നത് ചന്ദനമാണ്. ചന്ദനം സമർപ്പിക്കുന്നതായിട്ട്, ചന്ദനം ഉണ്ടെങ്കിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത പക്ഷം അത് സങ്കല്പിക്കുക. നമുക്ക് ലഭ്യമായിട്ടുള്ള പുഷ്പങ്ങൾ ഉപയോഗിച്ച് ഗണപതി ഭഗവാന് സമർപ്പിക്കുക. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള നിവേദ്യം ഗണപതി ഭഗവാന് സമർപ്പിക്കുക. ഏറ്റവും കുറഞ്ഞത് മലർ നിവേദ്യമെങ്കിലും ഒരു ശുദ്ധമായിട്ടുള്ള വാഴയിലയിലോ മറ്റോ അല്പം മലർ എടുത്ത് ഗണപതി ഭഗവാന് നിവേദ്യമായി സങ്കല്പിക്കുക. ലഭ്യമാണ് എങ്കിൽ സ്വല്പം നെയ്യൂടെ അതിന് പുറത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് നിവേദ്യത്തെ സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ ആവശ്യങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുക. ഏതൊരു വ്യക്തിക്കും ഇപ്രകാരം ഗണപതി ഭഗവാനെ പൂജ ചെയ്യാവുന്നതാണ്. ഏറ്റവും അവസാനത്തായി കർപ്പൂരം, ചന്ദനത്തിരി എന്നിവ ഒഴിഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ്. നമ്മളുടെ ഏത് ആഗ്രഹവും സാധിക്കാൻ ഇപ്രകാരം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.